കൂവിയിട്ട് കാര്യമില്ല പിണറായി, ചാണ്ടി ഉമ്മനെ കേൾക്ക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയെക്കുറിച്ച് നിയമസഭയിൽ ഉയർന്ന വാക്കുകളാണിത്. ഇതിപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കേരളത്തിൻ്റെ സമഗ്ര വികസനം മാത്രം ലക്ഷ്യമിട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ വിഭാവനം ചെയ്ത സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം. എന്നാൽ പദ്ധതിയുടെ തുടക്കകാലത്ത് അന്നത്തെ പ്രതിപക്ഷം ഇതിനെതിരെ ഉയർത്തിയത് സമാനതകളില്ലാത്ത പ്രതിരോധവും ആരോപണങ്ങളുമായിരുന്നു. കടുത്ത രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ മറവിൽ 6000 കോടി രൂപയുടെ ഭീമമായ അഴിമതി നടന്നു എന്നായിരുന്നു അന്ന് ഇടതുമുന്നണി ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം. നിയമസഭയുടെ ചരിത്ര രേഖകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചാണ്ടി ഉമ്മൻ ഇതേ വിഷയം സഭയിൽ വീണ്ടും ഉന്നയിക്കുമ്പോൾ അത് ഇന്നത്തെ പ്രതിപക്ഷ നിരയെ, അതായത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF നിരയെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നായി മാറുകയാണ്. നാടിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയായിരുന്നോ അന്ന് അത്രയും വലിയൊരു അഴിമതി ആരോപണം ഉന്നയിച്ചത് എന്ന ചോദ്യമാണ് ചാണ്ടി ഉമ്മൻ സഭയിൽ ശക്തമായി ചോദിക്കുന്നത്. ചാണ്ടി ഉമ്മൻ്റെ ഈ ചോദ്യങ്ങൾ സഭയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴൊക്കെ വലിയ വികസന പദ്ധതികളും പുതിയ ആശയങ്ങളും വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിനെ നഖശികാന്തം എതിർക്കുന്ന ഒരു രീതി ഇവിടെ നിലനിന്നിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഈ വിഴിഞ്ഞം വിവാദത്തിലൂടെയും രാജ്യം കണ്ടത്. പണ്ട് ഈ നാട്ടിലേക്ക് ട്രാക്ടറുകളും കമ്പ്യൂട്ടറുകളും കടന്നു വന്ന കാലത്ത് അതിനെതിരെ വലിയ തോതിൽ സമരം ചെയ്യുകയും വികസനത്തെ തടസ്സപ്പെടുത്താൻ നോക്കുകയും ചെയ്ത അതേ ആളുകൾ തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി വന്നപ്പോഴും റിയൽ എസ്റ്റേറ്റ് കച്ചവടമെന്ന് ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഇത് ചരിത്രത്തിൻ്റെ വലിയൊരു വിരോധാഭാസം. കാരണം അന്ന് ഈ പദ്ധതിയെ 6000 കോടിയുടെ വലിയൊരു കൊള്ളയെന്ന് വിളിച്ച് ആക്ഷേപിച്ചവർ ഇന്ന് വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പ് അടുത്തപ്പോൾ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും തങ്ങളുടേതാക്കി മാറ്റാൻ മത്സരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഉമ്മൻചാണ്ടി എന്ന ജനനായകൻ ദീർഘവീക്ഷണത്തോടെ കൊണ്ടുവന്ന ആ പദ്ധതിയെ തകർക്കാൻ നോക്കിയവർ ഇന്ന് അതിൻ്റെ വിജയം അവകാശപ്പെടുമ്പോൾ ജനങ്ങളതെല്ലാം വളരെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഈ കള്ളപ്രചരണങ്ങളുടെയും അഴിമതി ആരോപണങ്ങളുടെയും പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നത് മറ്റാരുമല്ല, ഈ വിഷയം അന്വേഷിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് അടക്കമുള്ള കൺസെഷനുമായി നടത്തിയ ചർച്ചകളിലോ കരാറുകളിലോ യാതൊരുവിധ അഴിമതിയോ അവിഹിത ഇടപാടുകളോ നടന്നിട്ടില്ല എന്ന് ജുഡീഷ്യൽ കമ്മീഷൻ വളരെ വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ പദ്ധതി പൂർണ്ണമായും സുതാര്യമാണെന്നും ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിലൂടെ ഔദ്യോഗികമായി തന്നെ തെളിയിക്കപ്പെട്ടു. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം കെട്ടിച്ചമച്ചതായിരുന്നു ഈ 6000 കോടി രൂപയുടെ അഴിമതിക്കഥ എന്ന് ഇതോടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. കേരളത്തിൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കാനും സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കാനും ഉതകുന്ന ഏറ്റവും മികച്ചൊരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന വലിയൊരു സർട്ടിഫിക്കറ്റാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ നൽകിയത്. നാടിൻ്റെ സാമ്പത്തിക മേഖലയ്ക്കും തൊഴിലവസരങ്ങൾക്കും വലിയ കുതിച്ചുചാട്ടം സമ്മാനിക്കുന്ന ഈ സംരംഭത്തെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചവർക്കുള്ള ശക്തമായ മറുപടിയാണ് കമ്മീഷൻ്റെ ഈ കണ്ടെത്തലുകൾ. നിയമസഭയിൽ ചാണ്ടി ഉമ്മൻ ഈ വസ്തുതകൾ ഓരോന്നായി നിരത്തുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ വേട്ടയാടിയവർക്ക് മുന്നിൽ ചരിത്രം കൃത്യമായ മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. വികസന കാര്യത്തിൽ രാഷ്ട്രീയം കളിച്ച് കൂവി വിളിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും നാടിൻ്റെ താൽപ്പര്യം മുൻനിർത്തി പ്രവർത്തിച്ച ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണമാണ് ഇവിടെ വിജയിച്ചത് എന്നുമാണ് ഈ സഭാരേഖകൾ മുൻനിർത്തി മുഖ്യമന്ത്രി അടിവരയിടുന്നത്. ശ്രീ ചാണ്ടി ഉമ്മൻ, കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം പദ്ധതി ആസൂത്രണം ചെയ്തത്. പക്ഷെ ആ പദ്ധതിക്കെതിരെ 6000 കോടി രൂപയുടെ അഴിമതിയാണ് സാർ ആ സമയത്ത് ഉന്നയിച്ചത്. അപ്പൊ അതിനെ എന്തുകൊണ്ടായിരിക്കും ഉന്നയിച്ചത്? തടസ്സപ്പെടുത്താൻ വേണ്ടിയാണോ? ഒപ്പം ഇത് അന്വേഷിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ കണ്ടെത്തലൊന്ന് വിശദീകരിക്കാമോ? ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. നല്ല പ്രധാനപ്പെട്ട സംരംഭങ്ങളിലേക്ക് പോകുമ്പോൾ, പ്രധാനപ്പെട്ട പദ്ധതികളിലേക്ക് പോകുമ്പോൾ, നാടിന്റെ മുഖച്ഛായ മാറ്റാനുള്ള പദ്ധതികളുമായി ഭരണാധികാരികൾ രംഗത്തിറങ്ങുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുക, ആക്ഷേപങ്ങൾ ഉണ്ടാകുക എന്നാണ്. ഇതെല്ലാം നമുക്കറിയാം. നമ്മളെപ്പോഴും ആവർത്തിച്ച് ക്ലീഷേ വന്ന ഒരു വാചകമുണ്ട്. ട്രാക്ടർ വന്നപ്പോഴും അല്ലേ, നമ്മുടെ കമ്പ്യൂട്ടർ വന്നപ്പോഴൊക്കെ ഈ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ അതൊരു 6000 കോടി രൂപയുടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് എന്നുള്ളൊരു ആരോപണം പറഞ്ഞിരുന്നു. അന്ന് ആരോപണം ഉന്നയിച്ച ആളുകളാണ് ഇന്ന് വിഴിഞ്ഞം പോർട്ടിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് ചരിത്രത്തിന്റെ മറ്റൊരു വിരോധാഭാസമാണ്. പക്ഷേ CN രാമചന്ദ്രൻ നായർ കമ്മിറ്റി ഇത് അന്വേഷിക്കുകയും
ഒരു തരത്തിലുള്ള അഴിമതിയോ ഒരു തരത്തിലുള്ള അവിഹിത ഇടപാടുകളോ ഈ കൺസെഷനെയറുമായി ബന്ധപ്പെട്ടില്ലെന്നും അത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സംസ്ഥാനത്തിന്റെ ഭാവിയെ സുരക്ഷിതമാക്കാനുമുള്ള മികച്ച ഒരു പദ്ധതിയാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടിയാണ് ആ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു.